ഹലോ ഗേസ്, ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ്. ഞങ്ങൾ പുറത്ത് വെച്ച് ഞങ്ങൾക്കൊരു ചെറിയ ടാർപ്പ ഇങ്ങോട്ട് ഇങ്ങനെ ചാച്ചിറക്കിയിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഞങ്ങൾ ചിക്കൻ വെക്കുന്നത്. ഞങ്ങൾക്ക് അകത്ത് അടുപ്പില്ല, ഞങ്ങൾക്ക് അത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അകത്ത് അടുപ്പ് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് ചിക്കൻ വെക്കുകയാണ്. അപ്പോൾ അതിനുള്ള ചിക്കനും സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ എണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഒഴിക്കുകയാണ്. നിൽക്കാൻ പറ്റുന്നില്ല, കാരണം തല മൊത്തം നനയുന്നു. നമ്മൾ തേങ്ങ ആ എണ്ണയിൽ വറുത്ത് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ കടുക് വറുക്കാം. തേങ്ങ നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം. തേങ്ങ നന്നായിട്ട് മൂത്തിട്ട് നമുക്കത് കോരി മാറ്റി വെച്ചിട്ട് കടുക് വറുക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ തേങ്ങ നല്ലോണം മൂത്തിട്ടുണ്ട്. അത് നമുക്ക് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇങ്ങനെ കാണുന്ന നമുക്കിവിടെ മഴ പെയ്യുന്നുണ്ട്, നിന്ന് പിടിക്കാനായിട്ട് തല മൊത്തവും നനയുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഇത് തേങ്ങ എല്ലാം നന്നായിട്ട് മൂത്ത് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 2 ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കടുക് ഇടാം. ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി സവാള അല്ലേ ആണെന്ന്. ഇനി നമുക്ക് സവാള അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇതിലോട്ടിട്ട്, സവാളയും പച്ചമുളകും അരിഞ്ഞതാണ്. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വാടി കിട്ടണം നമുക്ക്. അതിനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് വാടണം. നമ്മൾ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി അരച്ച് അതിലോട്ടിട്ട് കൊടുക്കുകയാണ്. അതിൽ കൂടെ നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലോട്ടിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് ഇളക്കി അതും കൂടെ കിടന്നൊന്ന് വാടട്ടെ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ വീട്ടിൽ വറുത്ത് വെച്ചതാണ്. നമുക്ക് അതിട്ട് കൊടുക്കാം. 4 കരണ്ടി. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം. ഉള്ളിയും മുളക് പൊടിയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കിടന്ന് മിക്സായി മൂത്ത് നിർത്തും. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, ഒരുപാട് വേണ്ട, കുറച്ച് ആവശ്യത്തിന്. അതുകൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി എണ്ണ ഒഴിക്കണം നന്നായി. ചെയ്യണ തേങ്ങാക്കൊത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുക.
നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി അരപ്പുമൊക്കെ നന്നായിട്ട് അതിലോട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കനും ഉള്ളിയും അരപ്പും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി അരപ്പ് ആ ചിക്കനിലോട്ട് പിടിക്കണം. അപ്പം നമ്മളെ ചിക്കനും സവാളയും അരപ്പും എല്ലാം കൂടെ നമ്മൾ അതിലിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം വെള്ളം ഒഴിക്കാറായിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വേണ്ട എണ്ണ? കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് അടപ്പ് വെച്ച് അടച്ച് നല്ലതുപോലെ തീയിട്ട് വേവിക്കാം. വേവട്ടക്കിനടന്ന് ഈ നമ്മളിവിടെ എല്ലാം നല്ല മഴയാണ്, ഭയങ്കര മഴ. നമ്മൾ ഇവിടെ പുറത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ വേവിക്കുന്നത്. ഇത് നമ്മളെ വീടല്ല, ഞങ്ങളെ വീട്ടിൻ്റെ അപ്പുറത്തെ വീടാണ്. അതിൻ്റെ മേളിലായിട്ട് കുറേ അയിനിച്ചൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. പക്ഷെ അത് നല്ലതുപോലെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് മഴയും കൂടെ ആയതുകൊണ്ട് അതിൽ നിറച്ച് അയിനിച്ചൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അതുപോലെ ഒരെണ്ണം പഴുത്തത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് അണ്ണൻ അത് പൊളിച്ചെടുക്കുകയാണ്. അയ്യോ, അത് അഴുവി പോയേട്ടാ കേസ്. അത് നമുക്ക് തിന്നാൻ പറ്റത്തില്ല. ആഗ്രഹിച്ചെടുത്തോണ്ട് വന്നതാണ്, പക്ഷെ അത് തിന്നാൻ പറ്റുന്നില്ല. ഇനി നമുക്കത് മഴ ആയതുകൊണ്ട് അത് പിടിക്കാനും പറ്റുന്നില്ല. അതിന് നമുക്ക് പഴുക്കുമ്പോഴത്തേക്ക് നമ്മളത് വീഡിയോ എടുത്ത് കാണിക്കാം. നമ്മളെ ചിക്കൻ കറി കിടന്ന് വേവയാണ്. അപ്പം നമ്മളെ ചിക്കൻ കറി വയ്ക്കുന്ന ആളിതാണ്, നമ്മളെ അണ്ണനാണ് ചിക്കൻ കറിയൊക്കെ വയ്ക്കുന്നത്. ഇത്രയും നാളും കാണിക്കാൻ തമ്മയ്ക്കൂല. അണ്ണകത്തോട്ട് കയറി പോക്കളഞ്ഞ് അണ്ണനാണ് ചിക്കനും ഒക്കെ വയ്ക്കുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ ഇങ്ങനെ കിടന്ന് തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ച് നമ്മൾ ഉള്ളി വാടാൻ നേരത്തെ കുറച്ച് ഉപ്പിട്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പിന്നീട് നോക്കിയിട്ട് നമുക്ക് ബാക്കിയിടാം. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ നമുക്ക് കഴിക്കില്ല. കുറച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി. ഒരു കൈ കൊണ്ട് ഞാൻ തീ വരിക്കുകയാണ്, ഒരു കൈ കൊണ്ട് ഞാൻ മൊബൈലും പിടിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഞാൻ നല്ലതുപോലെ തിളച്ചൊന്ന് വേവട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ലോണം തിളച്ച് വറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി മല്ലിയില അരിഞ്ഞ് വെച്ചത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം വറ്റി തുടങ്ങി കറി. നമ്മളെ ചിക്കൻ കറി നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിനി അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. കുറച്ച് ഗ്രേവിയും കൂടെ ഒഴിക്കാം. നമുക്ക് ഇതിലോട്ട് കൂടി അപ്പം നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ കറി ഇതിലോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഓ, ഭയങ്കര ചൂട്. ഗ്രേവിയിലും കൂടെ കുറച്ച് മുക്കിയിട്ട് സൂപ്പറായിട്ടുണ്ട്. നല്ല കറി.